പേജ് എസ് ഓഫ് പേജ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വെബ്സൈറ്റിന് പുറത്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓൺ പേജ് എസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ വെബ്സൈറ്റിനുള്ളിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. ഇതില് നമ്മുടെ ലിങ്ക് ബിൽഡിങ്, അതുപോലെ തന്നെ ബാക്ക് ലിങ്ക് ക്രിയേഷന്, ബ്രാൻഡ് മെൻഷൻസ്, ഡിജിറ്റൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ഓഫ് പേജ് എസ് വരുന്നത്. അടുത്ത് നോക്കാം, വൈ ഓഫ് പേജ് എസ് ഡൊമിനേറ്റ്സ് റാങ്കിങ് ഇൻ 2025. റാങ്കിങ് പവർ അതായത് റാങ്കിങ് ഫാക്ടർ. ഇതിൽ പറയുന്നത് എന്താ, 90% ഓഫ് ഗൂഗിൾ റാങ്കിങ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറെ വെബ്സൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അവരെന്താ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് എന്ത് പറയുന്നു അതായിരിക്കും എന്താ നമ്മുടെ വെബ്സൈറ്റ് റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റ് മാത്രമല്ല, വേറെ അതർ വെബ്സൈറ്റ്സുകാർ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി എന്ത് പറയുന്നു അതും ഒരു ഫാക്ടറാണ് റാങ്കിങ് ചെയ്യാനുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഒതോറിറ്റി ബൂസ്റ്റ്. ഒതോറിറ്റി ബൂസ്റ്റ് പറയുന്നത് എന്താ, നമ്മുടെ വെബ്സൈറ്റ് ഒരുപാട് ഹൈ ക്വാളിറ്റി ലിങ്ക്സ് ഉണ്ടെങ്കിൽ, എവിടെ വേറെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്നുള്ള വെബ്സൈറ്റ്സ്, അതായത് വേറെ ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നുള്ള ലിങ്ക്സ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടെങ്കിൽ, അത് ഹൈ ക്വാളിറ്റി ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്കിങ് 4 times ഹയർ ആയിരിക്കും റാങ്കിങ് കൂടാനുള്ളത്. അതാണ് ഒതോറിറ്റി ബൂസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ട്രസ്റ്റ് ഫാക്ടർ. മറ്റുള്ള വെബ്സൈറ്റ്സ് നമ്മുടെ റെക്കമെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനായിട്ടുള്ള ഒരു ട്രസ്റ്റ് എന്താ വലുതായിരിക്കും. അതാണ് ട്രസ്റ്റ് ഫാക്ടറിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണിൽ പറയുന്നത് എന്താ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പേജ് എസ് ഫണ്ടമെന്റൽസ്. ഓഫ് പേജ് എസ് ഫണ്ടമെന്റൽസിനെ പറ്റി നമുക്ക് നോക്കാം. ലിങ്ക് ബിൽഡിങ്, ബ്രാൻഡ് മെൻഷൻസ്, ഡിജിറ്റൽ റിലേഷൻഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ലിങ്ക് ബിൽഡിങ്, ഇതിൽ പറയുന്നത് ഗുഡ് ക്വാളിറ്റി ലിങ്ക്സ്, അതായത് ഈ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ ഒതോറിറ്റിനെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ റാങ്കിങ് ഹൈ ആക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് ബ്രാൻഡ് മെൻഷൻ. ഇത് നമ്മുടെ വെബ്സൈറ്റിനെ ലിങ്ക്ഡ് അല്ലേ പോലും നമ്മുടെ ബ്രാൻഡ് നെയിം വേറെ വെബ്സൈറ്റ് മെൻഷൻ ചെയ്താൽ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസിന് ട്രസ്റ്റ് വരും. അതായത് നമ്മുടെ ബ്രാൻഡിന്റെ നെയിം വേറൊരു സൈറ്റ് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് റാങ്കിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. കാരണം ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസിന് നമ്മുടെ വെബ്സൈറ്റിനോടുള്ള ട്രസ്റ്റ് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിജിറ്റൽ റിലേഷൻഷിപ്പ്. ഇതിൽ പറയുന്നത് ബിസിനസ്സേഴ്സ്, ഇല്ലെങ്കിൽ ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ജേർണലിസ്റ്റ്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിന് വിസിബിലിറ്റിയും ട്രസ്റ്റും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. 2025 ഓഫ് പേജ് എസ്ഇഒന്റെ സ്ട്രാറ്റജി ഫ്രെയിംവർക്ക് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ഇതിൽ പറയുന്നത് ഒരുപാട് ലിങ്ക്സ് ഗെറ്റ് ചെയ്യാൻ നോക്കാതെ ക്വാളിറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് ആയിട്ടുള്ള ലിങ്ക്സ് ഗെറ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് വൺ, കണ്ടന്റ് ഡ്രിവൻ ഔട്ട്റീച്ച്. ഇതിൽ പറയുന്നത് ഹൈ ക്വാളിറ്റി കണ്ടന്റ്സ് നമ്മൾ മേക്ക് ചെയ്യുക. ലൈക്ക് റിസർച്ച് റിപ്പോർട്ട്, ഹൗ ടു ഗൈഡ്സ്, അല്ലെങ്കിൽ ഫ്രീ ടൂൾസ്, ഇതുപോലുള്ള കണ്ടന്റ്സ് നമ്മൾ ഗെറ്റ് ചെയ്യുക. ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാവുമ്പോൾ ആളുകൾ നാച്ചുറലി നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സാധ്യത വളരെ ഹൈ ആയിരിക്കും. നെക്സ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ റിലേഷൻഷിപ്പിൽ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയിൽ നമ്മൾ സെയിം ഇൻഡസ്ട്രി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്, അതായത് ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് മോണിറ്ററിങ്. ഇതിൽ പറയുന്നത് എസ്ഇഒ ടൂൾസ് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ കുറെ എസ്ഇഒ ടൂൾസ് ഒക്കെ നോക്കി, എച്ച്റെഫ്, സംബ്രഷ്, അല്ലെങ്കിൽ ഗൂഗിൾ അലേർട്സ്, ഇതുപോലുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പുതിയ ബാക്ക് ലിങ്ക്സ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ അനലൈസ് ചെയ്യുക. ബാക്ക് ലിങ്ക്സ് ഒക്കെ നമുക്ക് കിട്ടും, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ അനലൈസ് ചെയ്യുക. ഇതും വലിയൊരു ഫാക്ടറാണ് ഇതിന്റെ. നെക്സ്റ്റ് വൺ ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ആക്ച്വലി വർക്ക്. ഇതിൽ പറയുന്നതാണ് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ റിസോർച്ച് പേർച്ച് ഔട്ട്റീച്ച്. ഇതിൽ പറയുന്നത് നമ്മളുടെ ഫീൽഡിലുള്ള റിസോഴ്സസ് പേജസിനെ കണ്ടുപിടിച്ചിട്ട് കണ്ടന്റ്സ് ഒരു ഹെൽപ്ഫുൾ ലിങ്ക് ആയിട്ട് ആഡ് ചെയ്യാൻ ആവശ്യപ്പെടുക. അതാണ് റിസോഴ്സ് പേർച്ച് ഔട്ട്റീച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ബ്രോക്കൺ ലിങ്ക് ബിൽഡിംഗ്. ഇതിൽ പറയുന്നത് ഗുഡ് ക്വാളിറ്റി വെബ്സൈറ്റിൽ ബ്രോക്കൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വർക്ക് ആകാത്തതോ ആയ ലിങ്ക്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റ് കണ്ടന്റ് അതിൽ ആഡ് ചെയ്യുക. അത് നമുക്കും ആ വെബ്സൈറ്റ് ഓണേഴ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഗസ്റ്റ് കണ്ടന്റ് സ്ട്രാറ്റജി. ഇതിൽ പറയുന്നത് ഇൻഡസ്ട്രിയിലുള്ളതോ അല്ലെങ്കിൽ മറ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിന് വേണ്ടിയോ ക്വാളിറ്റി ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ബ്ലോഗ്സ്, ഇതൊക്കെ നമ്മൾ എഴുതുക. ഇത് നമ്മൾ
വാല്യൂവിന് മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ ബ്രാൻഡ് പ്രൊമോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് ഗസ്റ്റ് കണ്ടന്റ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. ബ്രാൻഡ് ബിൽഡിംഗ് അതോറിറ്റി ബിയോണ്ട് ലിങ്ക്സ്. ഫസ്റ്റ് വൺ പറയുന്നത് സോഷ്യൽ സിഗ്നൽസ്. നമ്മുടെ ഓഡിയൻസിനെ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ കണ്ടന്റ് റീച്ച്, ബ്രാൻഡ് അവയർനെസ്, ഇതിനൊക്കെ സോഷ്യൽ മീഡിയ സജീവമായിട്ടുള്ള ഓഡിയൻസിനോട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അതാണ് സോഷ്യൽ സിഗ്നൽസിൽ പറയുന്നത്. റിവ്യൂ മാനേജ്മെന്റ്. ഗൂഗിള് അതുപോലുള്ള അതർ പ്ലാറ്റ്ഫോംസിലുള്ള ഓൺലൈൻ റിവ്യൂസ് ഒക്കെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, ഒരു പോസിറ്റീവ് ഇമേജ് നമുക്ക് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന, ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിലാണ് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് വരുന്നെന്നുണ്ടെങ്കിൽ ഗൂഗിൾസ് അല്ലെങ്കിൽ അതുപോലുള്ള അതർ സെർച്ച് എഞ്ചിൻസിന് നമ്മുടെ വെബ്സൈറ്റിനുള്ള ഒരു ട്രസ്റ്റ് വരും. അതാണ് റിവ്യൂ മാനേജ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ തോട്ട് ലീഡർഷിപ്പ്. ഇവന്റ്സ്, പോഡ്കാസ്റ്റ്, വെബിനാർസ് ഒക്കെ, അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ തോട്ട്സ്, നോളജ് ഒക്കെ ഷെയർ ചെയ്യുക. ഇത് എക്സ്പെർട്ടൈസ് ഷോ ചെയ്യാനും അതുപോലെ തന്നെ റെക്കഗ്നൈസേഷൻ ഗെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. ഇതിൽ പറയുന്നത് അതർ ബിസിനസ്സേഴ്സ് ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ആ ബിസിനസ്സിലുള്ള രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഓഡിയൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ അഡ്വാൻസ്ഡ് ഓഫ് പേജ് എസ്ഇഒ ടെക്നിക്സ്. ഫസ്റ്റ് വൺ പറയുന്നത് കോമ്പറ്റീറ്റീവ് അനാലിസിസ്. എച്ച്റെഫ്, സെംറഷ് പോലുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് കോമ്പറ്റീറ്റേഴ്സിനെ, ബാക്ക് ലിങ്ക്സിനെ പഠിക്കുക. എന്നിട്ട് കോമ്പറ്റീറ്റേഴ്സ് ലിങ്ക് എവിടെ നിന്നാണോ ഗെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് പുതിയ അവസരങ്ങൾ നമ്മൾ ഫൈൻഡ് ചെയ്യുക. പിന്നെന്താ പറയുന്നത്, കോമ്പറ്റീറ്റേഴ്സ് സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പയിൻസ് സ്റ്റഡി ചെയ്തിട്ട് അതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൽ പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ് എപ്പോൾ ഓൺലൈൻ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുക. അതായത് കംപ്ലീറ്റ്ലി നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യുക. അതിന്റെ കുറെ പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് കണ്ടന്റ് ആംപ്ലിഫിക്കേഷൻ. കണ്ടന്റ്സ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽസ് ഷെയർ ചെയ്യുന്നതോടെ പീപ്പിൾസിനെ റീച്ച് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇൻഡസ്ട്രി ഗ്രൂപ്പ്സ്, ഫോറംസ് ഒക്കെ ആക്റ്റീവായിട്ട് കണ്ടന്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇമേജസ്, ഇൻഫോഗ്രാഫിക്സ് പോലുള്ള വിഷ്വൽ കണ്ടന്റ്സ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ പറയുന്നത് കണ്ടന്റ്സ് ഡയറക്റ്റ്ലി നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഇമെയിൽ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ് ആംപ്ലിഫിക്കേഷനിൽ പറയുന്നത്. ലിങ്ക് റിക്ലമേഷൻ. ലോസ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ളതോ ഉള്ള ബാക്ക് ലിങ്ക്സ് ഫൈൻഡ് ചെയ്തിട്ട് അവ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലുള്ള ബ്രോക്കൺ ഇന്റേണൽ ലിങ്ക്സ് റിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ അൺലിങ്ക്ഡ് ആയിട്ടുള്ള മെൻഷൻസ് നമ്മുടെ ബ്രാൻഡിന്റെ ആക്റ്റീവ് ബാക്ക് ലിങ്ക്സ് ആക്കുക. ഇതൊക്കെയാണ് ലിങ്ക് റിക്ലമേഷനിൽ നടക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ലോക്കൽ സൈറ്റേഷൻ ബിൽഡിംഗ്. ലോക്കൽ ഡയറക്ടറീസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വെബ്സൈറ്റ്സ്, നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്സ്, ഫോൺ, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ലോക്കൽ സെർച്ച് റിസൾട്ട്സിൽ വിസിബിലിറ്റി ട്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് ലോക്കൽ സൈറ്റേഷൻ ബിൽഡിംഗിൽ പറഞ്ഞിരിക്കുന്നത്. മെഷറിംഗ് ഓഫ് പേജ് എസ്ഇഒ ഇമ്പാക്ട്. ഫസ്റ്റ് വൺ ഡൊമൈൻ അതോറിറ്റി ട്രാക്കിംഗ്. ഇതിൽ പറയുന്നത് മോസ്, എച്ച്റെഫ് പോലുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഡൊമൈൻ അതോറിറ്റി സ്കോർ മന്ത്ലി നമ്മൾ ചെക്ക് ചെയ്യുക. വെബ്സൈറ്റ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ബാക്ക്ലിങ്ക് ക്വാളിറ്റി അനാലിസിസ്. ബാക്ക്ലിങ്ക് നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടോക്സിക് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ലിങ്ക്സ് റിമൂവ് ചെയ്യുക. ഗുഡ് ആൻഡ് ഹൈ ക്വാളിറ്റി ലിങ്ക്സ് കീപ്പ് ചെയ്യുക. അത് നമുക്ക് റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ പറയുന്നത് ബ്രാൻഡ് മെൻഷൻ മോണിറ്ററിംഗ്. എപ്പോഴാണ് നമ്മുടെ ബ്രാൻഡ് ഓൺലൈൻ മെൻഷൻ ചെയ്യുക എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. ആ മെൻഷൻ ബാക്ക്ലിങ്ക്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. റാങ്ക് കോറിലേഷൻ. പുതിയ ബാക്ക്ലിങ്ക്സ് കീവേഡ് റാങ്കിങ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ കമ്പയർ ചെയ്യുക. കൂടുതൽ ബാക്ക്ലിങ്ക്സ് റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഒരു ഓഫ് പേജ് എസ്ഇഒയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.